മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിക്ക് തിരുവല്ലാമലയിൽ തുടക്കമായി. തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. വന്യജീവി സംഘർഷങ്ങളുടെ ലഘൂകരണത്തിനായിട്ട് ഒരു 45 ദിന കർമ്മ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. അതിന്റെ ഭാഗമായിട്ട് 15 ദിവസമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഫെസിലിറ്റേറ്ററെ വെച്ചിട്ട് നമ്മളെ സാധാ ജനങ്ങളിൽ നിന്നുള്ള പരാതികൾ സ്വീകരിച്ച് അത് സോർട്ട് ചെയ്ത് 3 ഘട്ടങ്ങളിലായിട്ട് അത് പരിഹരിക്കാനുള്ളത് ഇതാണ് നടക്കുന്നത്. സെപ്റ്റംബർ 16 മുതൽ 30 വരെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് വന്യജീവി അക്രമം മൂലമുള്ള പരാതികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീവ്ര യജ്ഞ പരിപാടിക്ക് തുടക്കമായത്. വിളനാശം, ജീവഹാനി മുതലായി വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഇതര പ്രതിസന്ധികളായ ഭൂമി തർക്കം, ഗതാഗത പ്രശ്നങ്ങൾ, മരമുറി തുടങ്ങിയ വിഷയങ്ങൾ പരിഹരിക്കാൻ പൊതുജനങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി പഞ്ചായത്തിൽ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യമുണ്ടാകും. പഞ്ചായത്ത് തലം, ജില്ലാ തലം, സംസ്ഥാന തലം എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് പരാതികൾ പരിഹാരം കാണുക. തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ, വൈസ് പ്രസിഡന്റ് എം ഉദയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത്, സുമതി, വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ സാജൻ പ്രഭാശങ്കർ, സിജു പ്രകാശൻ എന്നിവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരുന്നു. വനം വകുപ്പിന്റെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള തീവ്രയജ്ഞ പരിപാടിക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. 15 ദിവസം ഒരു ഫെസിലിറ്റേറ്റർ ഉണ്ടാവുമെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ പൊതുജനങ്ങൾ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. സാധാരണ വന്യജീവികളുടെ ആക്രമണവും അതുമായിട്ട് അപകടങ്ങളൊക്കെ ധാരാളമുള്ള ഒരു മേഖല തന്നെയാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് അവരുടെ പരാതികൾ സ്വീകരിക്കുന്നതിന് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തി അവർക്ക് കിട്ടുന്ന ആ സഹായങ്ങൾ മറ്റും പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.